നമ്മളിപ്പോൾ 50 നോമ്പിൻ്റെ പാതയിലാണ്. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാം ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒന്നാണ് നമ്മുടെ ബന്ധങ്ങൾ. ദൈവമനുഷ്യനായി വന്നത് തന്നെ തകർന്നു പോയ ദൈവമനുഷ്യബന്ധത്തെ കൂട്ടിയിണക്കാനാണല്ലോ. കുരിശിലെ സ്നേഹം നമ്മെ പഠിപ്പിക്കുന്നത് ലംബമായ ഒരു ബന്ധം മാത്രമല്ല, മറിച്ച് തിരശ്ചീനമായ ഒരു ബന്ധം കൂടിയാണ്. അതായത് ദൈവവുമായുള്ള ബന്ധം ശരിയാകണമെങ്കിൽ സഹോദരങ്ങളുമായുള്ള ബന്ധവും ശരിയാകണം. പലപ്പോഴും നമ്മുടെ ഉള്ളിലെ വാശിയും അഹങ്കാരവുമാണ് നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നത്. നോമ്പ് എന്നത് കേവലം ഭക്ഷണം ഉപേക്ഷിക്കലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ വിദ്വേഷവും കയ്പും ഉപേക്ഷിക്കലാണ്. കുരിശിൽ വിരിഞ്ഞ ആ വലിയ ക്ഷമ നമ്മുടെ ബന്ധങ്ങളിലും ഉണ്ടാകണം. എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിക്കില്ല എന്ന വാശി ഉപേക്ഷിച്ച് സ്നേഹത്തോടെ കൈകോർക്കാൻ ഈ നോമ്പുകാലം നമ്മെ നിർബന്ധിക്കുന്നു. തകർന്നുപോയ സൗഹൃദങ്ങൾ, അകന്നുപോയ കുടുംബാംഗങ്ങൾ, മിണ്ടാതെ പോകുന്ന അയൽക്കാർ, ഇവരെല്ലാം നമ്മുടെ സ്നേഹവും പരിഗണയും കാത്തിരിക്കുന്നുണ്ട്. കുരിശിലെ സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്നത് സ്വയം വിട്ടുകൊടുക്കലാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ മറക്കാനും അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കണം. ഈ 50 നോമ്പ് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കൊപ്പം നമ്മുടെ ബന്ധങ്ങളും കൂടുതൽ ദൃഢമാകട്ടെ. സ്നേഹത്തിൻ്റെ പുതിയൊരു ലോകം നമുക്ക് പടുത്തുയർത്താം.